ഇതെന്നാ ഇവിടെ കുത്തിയിരിക്കുന്നേ? ഞാന് ഒരു വീഡിയോയുടെ കണ്ടന്റ് ആലോചിച്ചിരുന്ന, പക്ഷെ ഇവിടുത്തെ കാറ്റ് കാരണേ ഇന്ന് ഉറങ്ങിപ്പോയി. സാധനം കിട്ടി. അതിന്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇരിക്കണേ. അത് കാട്ടുജാതി. ഞാൻ കാട്ടുജാതിയെന്നല്ല പറഞ്ഞേ, ജാതി മരം, കാട്ടുജാതി മരം. തകർക്കാം. അയ്യോ ഭയങ്കര സുഖം കേട്ടോ, ഉറങ്ങിപ്പോ ഇവിടെ ഇരുന്ന കുറച്ച് സമയം. കുറച്ച് ഈ ജോഷി കുറച്ചുകൂടി താമസിച്ച് ഞാൻ ഇവിടെ കിടന്നുറങ്ങി. നല്ല കാറ്റല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയ മരം ഇതാണ് കേട്ടോ, കാട്ടുജാതി മരം. നമ്മൾ നോർമലി ജാതിക്ക നമ്മുടെ ഇവിടെയുള്ള മിക്ക വീടുകളിലും ഒക്കെ കാണാറുണ്ട്. ജാതിക്കയുടെ ഉപയോഗങ്ങളും എല്ലാവർക്കും അറിയാം. അതിൻ്റെ എല്ലാ ഇല തൊട്ട് അതിൻ്റെ കായാണെങ്കിലും കായ്ക്കുള്ള ജാതി പത്രിയാണെങ്കിലും അതിൻ്റെ കുരുവാണെങ്കിലും എല്ലാം നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. അതേപോലെ തന്നെ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. അതിനപ്പുറം നമ്മൾ സ്പൈസസിൽ വരുന്ന നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് നമ്മൾ ജാതിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഗുണങ്ങളുള്ള ആ ഒരു ജാതിക്കയുടെ കാട്ടുജാതി, ഇത് കാരണം നമ്മുടെ ഇന്ത്യയുടെ മാത്രം ഒരു പൊതു സ്വത്തെന്ന് പറയാവുന്ന ഒന്നാണ്. ഇന്ത്യയുടെ പശ്ചിമഘട്ടങ്ങളിൽ വളരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ കാട്ടുജാതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാട്ടുജാതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് കാട്ടുജാതി. കൂടുതലും നമ്മുടെ പശ്ചിമഘട്ടം മലനിരകളിലാണ് ഇത് വളരുന്നത്. അപ്പോൾ അവിടെ വളരുന്നത് കൊണ്ട് തന്നെ അവിടെ ഇതിൻ്റെ കായും അതേപോലെ തന്നെ ഇതിൻ്റെ തൊലിയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഔഷധമായിട്ടും കഷായം വെച്ച് ഉപയോഗിക്കാനും ഒക്കെ ഇതിലും അതേപോലെ തന്നെ ജാതിക്കായും ആ ഒരു ജാതി പത്രിയും എല്ലാം ഉണ്ടാവും. അതൊക്കെ മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. അത് അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരൊക്കെ കാടുകളിലൊക്കെ താമസിക്കുന്ന ഗോത്ര സമൂഹങ്ങളൊക്കെ ഒരുപാട് മെഡിസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് നമുക്കങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ അളവ്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഇലകളും അതിൻ്റെ കായ്കളും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും. കാരണം കാട്ടിൽ വളരുന്ന ചെടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇലയുടെ ടൈപ്പിൽ വരുന്ന പലതരം മരങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നോർമൽ നമ്മളെ കൊണ്ട് സാധ്യമായ ഒരു കാര്യമല്ല. കാരണം അവിടെയുള്ളവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ, കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ജാതി മരത്തിൽ നിന്നും വ്യത്യസ്തം എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഇലകൾ കണ്ടോ, ഇലകൾ ജാതി മരത്തിൻ്റെ ആ ഒരു ഇലകളിൽ നിന്നും നമ്മുടെ നോർമൽ ജാതി മരത്തിൻ്റെ ഇലകൾ ഭയങ്കര ഗ്ലേസിങ് ആയിരിക്കും. മേൽഭാഗത്ത് ഇത്രയും വലിപ്പവും കാണത്തില്ല. ഇത് നല്ല നീളമുള്ള കൂർത്ത ഇലകളാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ഇലകൾ സ്മെല്ല് കണ്ടോ, ഇതിൻ്റെ ഇലകൾക്ക് നമ്മുടെ ജാതിയുടെ ഇലകൾ എടുത്ത് പറിച്ചിട്ട് നമ്മളിങ്ങനെ ഞെരടിയിട്ട് കയ്യിൽ ഞെരടിയിട്ട് അങ്ങ് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ജാതിക്കയുടെ ഭയങ്കരമായൊരു സ്മെല്ല് അതിൻ്റെ തണ്ടയിലൊക്കെ കടിക്കുമ്പോൾ ആ ഒരു എരിവൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിന് ആ ഒരു സ്മെല്ലില്ല. ഒരു പച്ച ചേർന്ന ഒരു ജാതിക്ക, പച്ച മണമാണ്. അതിൻ്റെ ഒപ്പം ഒരു ചെറിയ ജാതിക്കയുടെ മണമുണ്ട്. നമ്മൾ ഈ ജാതിക്ക ഉണ്ടാകുന്നത് പോലെ നമ്മുടെ കാട്ടുജാതിയിലും ഈ കായും എല്ലാം ഉണ്ടാവുമെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാട്ടുജാതി ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ബഡ് ചെയ്യാനും ഗ്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്ന ചെടിയുടെ ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും വളരാനുള്ളൊരു കഴിവ് നമ്മുടെ കാട്ടുജാതിക്കുണ്ട്. അപ്പോൾ വലിയ ശക്തമായ കാറ്റ് വന്നാലും അതേപോലെ തന്നെ മണ്ണ് ഏത് തരത്തിലുള്ളതായാലും അതിലൊക്കെ പിടിച്ചു നിൽക്കാനും ഇതിൻ്റെ വേരാഴത്തിൽ ഇറങ്ങാനും മരം അത്രത്തോളം സ്ട്രോങ് ആണ്. അപ്പം അതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ കാട്ടുജാതി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോർമൽ ജാതിമരം ബഡ് ചെയ്യുന്നത് നല്ല നാടൻ ജാതി മരത്തിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ വിത്തുൽപാദനം വളരെ നല്ല രീതിയിൽ നടത്തും. കൂടുതലായിട്ടും നമ്മൾ ഈ മലയോര മേഖലയിലൊക്കെ കൃഷി ചെയ്യുന്നവർ അല്ലെങ്കിൽ കാറ്റിൻ്റെ പ്രശ്നങ്ങളുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതലായിട്ടും നമ്മുടെ ഈ ഒരു കാട്ടുജാതി മരത്തിൽ ബഡ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും നമ്മളിപ്പം വെള്ളം കിട്ടാനില്ല, ഇപ്പം ജാതി മരത്തിനൊക്കെ നല്ല നനവ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം നമ്മൾ ജാതി മരത്തെ. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ മരം പിടിച്ച് കിട്ടത്തുള്ളൂ. നല്ല രീതിയിൽ നല്ല ഹൈറ്റിൽ തടം കോരി അതിൻ്റെ മുകളിലായിരിക്കും നമ്മളിവിടെയൊക്കെ വെച്ചേക്കുന്നത്. അങ്ങനെ നല്ല ഹൈറ്റിലാണ് തടം കോരിയിട്ട് അതിനകത്താണ് നമ്മൾ മരം വെച്ചേക്കുന്നത്, ഈ ഒരു അപ്പർ കുട്ടനാട് മേഖല ആയതുകൊണ്ട് തന്നെ. അപ്പം ഇതാകുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നമില്ല. നമുക്ക് അങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള കഴിവ് നമ്മുടെ കാട്ടുജാതി മരത്തിനുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. കാരണം ലോകത്തിൽ വേറെ എവിടെയും ഈ ഒരു മരം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള കേരളത്തിലും അതേപോലെ തന്നെ തമിഴ്നാട്, കർണാടക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പശ്ചിമഘട്ട മലനിരകളിലാണ് ഈ ഒരു ചെടി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. പണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ശ്രീലങ്കയിൽ ഈ ഒരു ചെടി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്നു. പിന്നെ ആധുനിക ശാസ്ത്രം അത് ഈ ചെടിയല്ല വേറൊരു സ്പീഷീസിൽ വരുന്ന ചെടിയാണെന്നൊക്കെ ആധുനിക ശാസ്ത്രത്തിൽ ഇതുണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്വകാര്യ അഹങ്കാരം, കാരണം ഒരു എൻഡമിക് സ്പീഷീസ് എന്ന് പറയാവുന്ന ഒരു ചെടിയാണ്. കാരണം വേറെ എങ്ങും ലോകത്ത് എവിടെയും കണ്ടെത്തിയിട്ടില്ല. നമ്മൾ മാത്രം, നമ്മുടെ ഇന്ത്യക്ക് മാത്രം പൊതു സ്വത്താണ്. നമ്മുടെ
സ്വകാര്യ അഹങ്കാരം. നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക പോലെ നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ ഈ കാട്ടുജാതി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഉൾക്കാടുകളിൽ വളരുന്നതുകൊണ്ട് തന്നെ കാടുകളിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മൾ വേഴാമ്പൽ പോലുള്ള വലിയ ചുണ്ടുകളിലെ കിളികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ഫലം ഭക്ഷിച്ച് അത് കാട് മുഴുവനായിട്ട് കാഷ്ടിച്ചിടുമ്പോൾ അതിൻ്റെ ഈ ചെടികളുടെ പ്രജനനം, ഈ മരത്തിൻ്റെ പ്രജനനം വളരെ നല്ല രീതിയിൽ നടക്കും. കാരണം മലയെണ്ണാൻ, വവ്വാല, ഇതൊക്കെ ഇതിൻ്റെ ഫലം കഴിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെടി കൂടുതലായിട്ടുള്ള ഭാഗത്ത് കിളികളും പക്ഷികളും ഒക്കെ ഒരുപാട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മൈറിസ്റ്റിക്ക ബെഡോമി, SSP ബെഡോമി എന്നാണ്. പിന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കാട്ടുജാതി, അടയ്ക്ക പൈൻ, ചിത്തിരപ്പൂവ്, കൊത്തപ്പൈൻ, പൈൻ പൂവ്, പശുപതി, പാതിരിപ്പൂവ്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. വൈൽഡ് നട്ട്മഗ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എത്രത്തോളം ഗുണമുള്ളത് നമ്മുടെ കേരളത്തിനല്ലേ, നമ്മുടെ ഇന്ത്യക്ക് സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാവുന്ന ഒരു ചെടി നിൽക്കുമ്പോൾ നമ്മളതിനെ പരിചയപ്പെടുത്താതെ പോകുന്ന മോശമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെടിയെ കുറിച്ചിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങൾ ഈ ഒരു മരം കണ്ടിട്ടുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിലും വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.